പണിമുടക്കായിട്ട് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് പണിമുടക്കായിട്ട് പണി മുടക്കിയ ദിവസമായിരുന്നു കേട്ടോ. നല്ലൊരു മടിയൻ ദിവസമായിരുന്നു. എനിക്ക് ഇഷ്ടമില്ലാത്ത കപ്പ പുഴുങ്ങി കഴിക്കേണ്ട ദിവസം. കപ്പ എനിക്ക് പൊതുവേ ഇഷ്ടമല്ല കേട്ടോ. എന്നാലും കുറച്ച് ദിവസമായി ഇത് ഇവിടെ കിടക്കുന്നു, കളയാൻ പറ്റുമോ? പിന്നെ ഇത് കഴുകിക്കൊണ്ടിരുന്ന സമയത്താണെങ്കിൽ കൊതുക് എന്നെ എന്തോ വൈരാഗ്യം തീർക്കുന്ന പോലെ കുത്തിക്കൊണ്ടിരിക്കുമായിരുന്നേ. വീടിൻ്റെ ഉള്ള ഗ്യാപ്പിലൊക്കെ കൂടെ കൊതുക് വന്ന് എൻ്റെ കയ്യിലും കഴുത്തിലൊക്കെ കൊത്തി പറിക്കുമായിരുന്നേ. എന്നാലും ഞാനത് കഴുകി ശരിയാക്കി എടുത്തേ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ വൈകുന്നേരം ആയപ്പോഴത്തേക്കും. അങ്ങനെ ഞാൻ കഴുകിയ കപ്പയെല്ലാം അടുപ്പത്താക്കുന്നുണ്ട് കേട്ടോ. എനിക്കുള്ള ചട്ടികളിലെല്ലാം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചട്ടിയാണ് കേട്ടോ ഇത്. ഇതിലാണ് ഞാൻ മോര് കാച്ചുന്നതും അവിയൽ ഉണ്ടാക്കുന്നതും ഇതുപോലെ കപ്പ പുഴുങ്ങലും അതുപോലത്തെ സംഭവങ്ങളൊക്കെ, മരക്കറി ഐറ്റംസ് ഒക്കെ ഇതിലുണ്ടാക്കും കേട്ടോ. നല്ല ക്യൂട്ട് ചട്ടിയാണേ. പിന്നെ ഞാൻ നാളത്തേക്ക് അരി വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നാളെ വെള്ളപ്പം ഉണ്ടാക്കാനാണ് കേട്ടോ പ്ലാൻ. അപ്പം ഞാൻ അതൊന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അരിയും തേങ്ങയും ചോറും ജീരകവും പഞ്ചസാരയും ഈസ്റ്റ് എല്ലാം കൂടെ കഴുകി വെള്ളത്തിലേക്ക് ഇട്ടേക്ക് കേട്ടോ. ആ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നാളത്തേക്ക് അത് സെറ്റാക്കി വെക്കാമെന്ന് കരുതി അങ്ങനെ അതും അരച്ച് വെച്ചിട്ടുണ്ടേ. മിക്സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ തുടക്കണം കേട്ടോ. അതിലെന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ പിന്നീടത്തേക്ക് വെച്ചാൽ അത് ഉണങ്ങി പിടിച്ച് അവിടെ ഇരിക്കും. അതങ്ങനെ കൈയോടെ തുടച്ചേ. അപ്പോൾ നമ്മുടെ കപ്പ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് നമുക്കൊരു ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. ഈ പാത്രങ്ങൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കൂടി വരണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനത്തെ കപ്പ ഉപ്പുമാവിനുള്ള തേങ്ങയൊക്കെ ഞാൻ ചിരകി എടുക്കുന്നുണ്ട്. തേങ്ങ ചിരണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിനുള്ള സവോളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് കപ്പ ഉപ്പുമാവ് തന്നെയാണോ പറയണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനത്തെ ഞാൻ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ സവോളയും അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും വേപ്പിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതങ്ങനെ ഇളക്കി ഒരു ഇച്ചിരി ഇതായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചിരകി എടുത്തിട്ടുള്ള ആ തേങ്ങ അതിലേക്ക് ഇടണം. അതിന് മുന്നേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം അതെല്ലാം ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ കപ്പ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണേ. ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കേട്ടോ. ഞാൻ ഇതിന് കപ്പ ഉപ്പുമാവെന്ന് പറയും. കാരണം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിലൂടെ ആണല്ലോ, ആ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെ കപ്പ ഉപ്പുമാവെന്ന് പറയും കേട്ടോ. ഈ കപ്പയും കൂടി ഇട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കപ്പ ഉപ്പുമാവ് റെഡിയായി കേട്ടോ. വീണ്ടും കഴുകാൻ കുറച്ച് പാത്രങ്ങളായിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്ത് ജോലി ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ പിന്നാലെ കുറച്ച് പാത്രങ്ങളെങ്കിലും കഴുകാനുണ്ടാവും. പിന്നെ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് പാത്രങ്ങളും കഴുകിയിട്ട് ഇന്നത്തെ അടുക്കള എപ്പിസോഡ് ഞാൻ അവസാനിപ്പിച്ചു. അപ്പോൾ ഗുഡ് നൈറ്റ്.